Hey friends, welcome back to another video of Innovation Factory. Hope all are good. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എക്സ്ചേഞ്ച് ഓണിൽ അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ എന്താ പറയുക ഫീച്ചേഴ്സാണ് ഇപ്പോൾ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പല ആളുകൾക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് വെച്ചാൽ 28 29 മുതൽ വിഡ്രോയിൽ കൊടുത്തുള്ള ആളുകൾക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മളിവിടെ വാലറ്റിൽ പോകുന്നു. ഓക്കെ, 9 ഡോട്ടിൽ പോകുന്നു. 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹിസ്റ്ററി, അതിന് ശേഷം വാലറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വിഡ്രോയിലാണ് ക്യാൻസൽ ആക്കാനുള്ളത്. 7 days എന്നുള്ളത് 15 days ആക്കി നമ്മൾ. അതിനുശേഷം നമുക്കിവിടെ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്യാൻസൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് OTP ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിലിൽ വരുന്നതായിരിക്കും OTP. ആ OTP അവിടെ കൊടുത്ത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ മെയിലിൽ പോയി എക്സ്ചേഞ്ച് ഓൺ മെയിൽ വന്നിട്ടുണ്ട്, ടൈമിങ് നോക്കി. ഓക്കെ, അതിനുശേഷം കോപ്പി എടുത്തു, വീണ്ടും ഇവിടെ വന്നു, ഇത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, എൻ്റെ വെരിഫിക്കേഷൻ കോഡ്, അതിനുശേഷം കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ വിഡ്രോയിൽ സക്സസ്. അപ്പോൾ ഇത് നമ്മുടെ ബോട്ട് വാലറ്റിലേക്കാണ് വന്നിട്ടുണ്ടാവുക. നമുക്ക് ചെക്ക് ചെയ്യാം. 9 ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം, ബോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോട്ടിൽ ഓക്കെ $291 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 291 എന്ന് പറഞ്ഞാൽ അത് ഡോളർ മാത്രമല്ല, ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ബീലവും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ USDT 279 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇൻകത്തിൽ, സാധാരണ നമ്മൾ ഇൻകത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി വരുന്ന ബോട്ട് ഇൻകം, അതുപോലെ തന്നെ സ്പ്രെഡ് ഇൻകം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ബോട്ടിങ് ഞാൻ ഓൾറെഡി ഇന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ സ്പ്രെഡിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ $318 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ബോട്ടിലേക്ക് മാറ്റുക? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് സെൽഫായിട്ട് ഫ്രം ഇൻകം ടു ബോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം അല്ലേ. വിഡ്രോ അല്ലെങ്കിൽ ബോട്ട് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോട്ടിലേക്കാണ് മാറ്റുന്നത്. ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞ് നമുക്ക് ടീമിലേക്ക് കൊടുക്കാനായിട്ട് അത് ഉപകരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് $318 ട്രാൻസ്ഫർ ചെയ്യാണ്, കൺഫേം കൊടുത്തു. അപ്പോൾ ഇൻകത്തിൽ നിന്ന് അത് ബോട്ടിലേക്ക് മാറി. ഓക്കെ, ഇൻകത്തിൽ നിന്ന് ബോട്ടിലേക്ക് മാറി. അപ്പോൾ ബോട്ടിലേക്ക് മാറി കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ വീണ്ടും നമുക്ക് ബോട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാം എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ബോട്ടിൽ ഇപ്പോൾ ഇതാ $597 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടീമിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് കാണാം. അപ്പം അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു വ്യക്തി ഓൾറെഡി എന്താണ് ഇത് ഡോളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കോപ്പി എടുത്തു അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID. ഓക്കെ, ഇത് നമുക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് ആണ് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക. ആ വ്യക്തി നിങ്ങളുടെ ഡൗൺലൈനോ 10 ലെവലിൽ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഡൗൺലൈനോ അതുപോലെ തന്നെ നിങ്ങളുടെ 10 ലെവൽ അപ്ലൈനോ ആയിരിക്കണം. ക്രോസ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഒരാളെ റെഫർ ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടിയിലോ ഉള്ള ആളുകൾക്ക് എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, അവർക്ക് എനിക്ക് അയച്ചു തരാനും സാധിക്കും. പക്ഷേ എൻ്റെ ടീമിലല്ലാത്ത ഒരു ഹിന്ദിക്കാരനോ അല്ലെങ്കിൽ വേറെ എക്സ്ചേഞ്ച് ഓണിൽ ചെയ്യുന്ന വേറെ ഒരു ടീമിലുള്ള ആളുകൾക്കോ ക്രോസ് ആയിട്ടുള്ള ആളുകൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് കാണിക്കാം. നമ്മളിവിടെ എവിടെയാണ് പോയത്? 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു, വാലറ്റിൽ ക്ലിക്ക് ചെയ്തു, ബോട്ടിൽ, കാരണം ബോട്ട് ടു ബോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ക്ലിക്ക് ചെയ്തു. ബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് വന്നു. അതിനുശേഷം ട്രാൻസ്ഫർ. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. ഇവിടെ സെൽഫ് ഉണ്ട്, അതർ ഉണ്ട്. അതറിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID, ഇത് ഇമെയിൽ ID നമ്മൾ എപ്പോഴാണ് കോപ്പി എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിൽ ID സ്പെല്ലിംഗ് തെറ്റി കഴിഞ്ഞാൽ വേറെ ആളുകൾക്ക് പോവും. അത് പിന്നീട് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ടിക്കറ്റ് ട്രേസ് ചെയ്താലോ വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇമെയിൽ ID കൊടുക്കുക, കൺഫേം ചെയ്യുക. ഓക്കെ, ഇമെയിൽ ID ഞാൻ അവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് USDT, അത് സെലക്ട് ചെയ്തു. ഇപ്പോൾ $120 ആണ് അദ്ദേഹത്തിന് അയക്കുന്നത്. അപ്പോൾ $120
ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുകയാണ്, കൺഫേം കൊടുക്കുകയാണ്. ഓക്കെ, ട്രാൻസ്ഫർ ആയി എന്നാ ഓൾറെഡി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഇമെയിൽ വരുന്നുണ്ട്. ഈ ഇമെയിലാണ് നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇമെയിൽ വന്നു, ഇത്ര എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, $119 120 ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ $1 അവിടെ ഫീ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ $119 അദ്ദേഹത്തിന് എന്ത് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക, വളരെ സിമ്പിളാണ്. ഇത് വലിയൊരു ഓപ്ഷനായിട്ടാണ് കമ്പനി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഇന്റേർണലി ഇത് ബോട്ട് ടു ബോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമ്മുടെ P2P ഓപ്ഷൻ കമ്പനി കൊണ്ടുവരാനായിട്ട് പോവാണ്. അതേപോലെ തന്നെ വാലറ്റ് ടു വാലറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിപ്പോൾ ബോട്ട് ടു ബോട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ഇനിയും വരാനായിട്ട് പോവാണ്. അപ്പോൾ എക്സ്ചേഞ്ച് സോണിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളെപ്പോഴും എന്താണ് നമ്മുടെ ക്യാപിറ്റൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുക. പിന്നീട് അത് ടോപ്പപ്പ് ചെയ്യുക, അങ്ങനെ വാട്ടെവർ നിങ്ങൾ വൺസ് യു ടേക്കൺ യുവർ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എടുത്തതിന് ശേഷം, നിങ്ങളുടെ ക്യാപിറ്റൽ എടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യാം. അത് ക്യാപിറ്റൽ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീടോപ്പപ്പ് ചെയ്യാനോ നിങ്ങൾക്ക് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ കുറേയധികം ഗുഡ് ന്യൂസുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ കുറിച്ചിട്ടും ഇന്നോവേഷൻ ഫാക്ടറിയുടെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസ് ഈ ചാനലിൽ കൂടി നമ്മൾ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.